കോച്ചേരിയിലെ രാജമോനും ടീമും അങ്ങനെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. സ്പെയിനോട് 2-0 ഒരു നാണം കിട്ട തോൽവി എന്ന് തന്നെ പറയാം. അത്രക്കും തീ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് ഫ്രാൻസ് സെമിയിലെത്തിയിട്ടുണ്ടായിരുന്നത്. സെമിയിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള മാച്ചുകൾ വെച്ച് നോക്കുമ്പോൾ സ്പെയിനേക്കാളും ബെറ്റർ സൈഡ് എന്ന് ആൾക്കാർ വിലയിരുത്തിയ ടീമായിരുന്നു ഫ്രാൻസ്. അത്രക്കും കിടിലം അറ്റാക്കിംഗ് സൈഡായിരുന്നു, അടിപൊളി അറ്റാക്കിംഗ് പെർഫോമൻസ് ആയിരുന്നു ഇതുവരെ വേൾഡ് കപ്പിൽ അവർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മാച്ചിലേക്ക് വന്നപ്പോൾ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മോശം കാര്യം തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് നോക്കുമ്പോൾ സ്പെയിൻ ആണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ അവരിപ്പോൾ ഫൈനലെത്തി, ഇതുവരെ അവർ കൺസീഡ് ചെയ്തത് ഒരേ ഒരു ഗോളാണ്. അതൊരു വല്ലാത്ത സ്റ്റാറ്റ്സാണ് സ്പെയിൻ്റെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം. ഡിഫൻസിലേക്ക് വരുമ്പോൾ അവരുടെ റോഡറി ആയാലും പിന്നെ ഡിഫൻസിലുള്ള സെൻറ്റർ ബാക്കായിട്ടുള്ള ലപ്പോർട്ട് ആയാലും കുബാഷ ആയാലും ആ 19 വയസ്സ് ചെക്ക ഒന്നും പറയാല്ല. ഈ കളിയിൽ എംബാപ്പനെ അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞു കുബാർസി. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വിങ് ബാക്സ് ആയിട്ടുള്ള പെഡ്രോ പോറ ആയാലും കുക്രലായാലും നല്ല രീതിക്ക് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഒരു ഗോൾ മാത്രം അവർ ഇതുവരെ വേൾഡ് കപ്പിൽ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഫൈനലെത്തി. അമ്മാതിരി ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മാച്ചിലും. ഫ്രാൻസിനെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയാം, ഡോമിനേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു മാച്ച് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കണ്ടില്ല, ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്തായിരുന്നു കാണാൻ പറ്റിയത്. എന്തായാലും കണ്ട ടൈമിൽ ഫ്രാൻസിന് മര്യാദയ്ക്ക് ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർക്കൊരു എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിൻ്റെ അടുത്ത് നിന്ന് ബോൾ പെട്ടെന്ന് തന്നെ ഇവർ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. സ്പെയിൻ തന്നെയായിരുന്നു പൊസിഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ കാലിൽ നിന്ന് ബോൾ പോകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത് റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ടിപ്പിക്കൽ സ്പാനിഷ് ഫുട്ബോൾ തന്നെയായിരുന്നു അവർ ഈ ഒരു മാച്ചിൽ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്രക്കും കത്തിച്ചു വന്നൊരു ടീം ഫ്രാൻസ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തു ഈ വേൾഡ് കപ്പ് ഫ്രാൻസ് തന്നെ തൂക്കുന്നത്. അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു വേൾഡ് കപ്പിൽ സാധ്യത ഉണ്ടായിരുന്നത്. ഏതായാലും അവരെന്നെ ആദ്യം പുറത്തായിരിക്കുകയാണ് സെമിഫൈനലിൽ. ഫ്രാൻസിൻ്റെ സൈഡിൽ നിന്ന് അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. അറ്റാക്കിംഗ് സൈഡിനെ കംപ്ലീറ്റ്ലി സ്പെയിൻ പൂട്ടിയെന്ന് തന്നെ പറയാം. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഫ്രാൻസിൻ്റെ ആകെ എക്സ്പെക്റ്റഡ് ഗോൾസ് പറയുമ്പോൾ 0.31 ആണ് അവരുടെ XG. അത്രക്കും അറ്റാക്കിങ്ങിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സ്പെയിൻ അങ്ങോട്ട് പൂട്ടി, അത്രേ പറയാനുള്ളൂ. എന്തായാലും രാജമോനും ഫ്രാൻസിനും ബൈ ബൈ.